തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പൊന്നാനിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായി യുഡിഎഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്, സെലിബ്രേറ്റിംഗ് 50 years. സംസ്ഥാനത്തൊട്ടാകെ യുഡിഎഫിനുണ്ടായ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും സാധ്യമായെന്ന് യുഡിഎഫ് പൊന്നാനി മുനിസിപ്പൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ തവണ തീരദേശ മേഖലയിൽ ഒറ്റ സീറ്റ് പോലുമില്ലാതിരുന്ന യുഡിഎഫ് 4 സീറ്റുകൾ നേടി വിജയം കൈവരിച്ചു. എഴുപത്തിരുത്തി മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. 6ഓളം സീറ്റുകളിൽ ചെറിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. ഇക്കാര്യങ്ങളിലുണ്ടായ വീഴ്ച പരിശോധിക്കുമെന്നും യുഡിഎഫിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇതെന്നും നേതാക്കൾ പറഞ്ഞു. ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. തീർച്ചയായും നഗരസഭയിലെയും സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനവിധി പൊന്നാനിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തീരദേശ മേഖല എന്ന് പറയുന്നത് 12ൽ 12 സീറ്റും ഇടതുപക്ഷം കൈയാളിയിരുന്ന ഒരു സമയത്ത് വാർഡ് വിഭജനത്തിന് ശേഷം 11 സീറ്റുകളായി കുറഞ്ഞിട്ടുള്ള തീരദേശ മേഖലയിൽ 4 സീറ്റുകൾ പിടിച്ചെടുക്കാൻ യുഡിഎഫിന് കഴിഞ്ഞു എന്നുള്ളതും അതിൽ CPMന്റെ മുതിർന്ന നേതാക്കന്മാരെ, CPMന്റെ തലമുതിർന്ന നേതാക്കളെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്താനും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനം കൊള്ളുന്ന വിഷയമാണ്. അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നെറികെട്ട ഒരുപാട് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നേരത്തെ ഇവിടെ ജബ്ബാർക്ക് സൂചിപ്പിച്ചു. ഡീലിമിറ്റേഷൻ അടക്കമുള്ള BJPയുമായി ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ പാകത്തിൽ ഈ 70 മേഖലകളിലുള്ള വാർഡുകൾ വരെ വെട്ടിമുറിച്ച് അവർക്ക് ജയിക്കാൻ പാകത്തിലുള്ള വാർഡുകളാക്കി വിഭജിച്ച് കയ്യിൽ കൊടുത്ത് വോട്ട് കച്ചവടം BJPയുമായിട്ട് CPIM നടത്തിയ വോട്ട് കച്ചവടത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ 70 മേഖല അടക്കമുള്ള പൊന്നാനി നഗരസഭയിലെ പ്രദേശങ്ങളിൽ നിന്ന് CPMന് LDFനുണ്ടായിട്ടുള്ള ഗുണമെന്ന് പറയുന്നത്. അതിന് അവർക്ക് ജനങ്ങളോട് ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യുഡിഎഫ് നേതാക്കളായ കെ ശിവരാമൻ, കുഞ്ഞുമുഹമ്മദ് കടവനാട്, KP അബ്ദുൽ ജബ്ബാർ, ഫർഹാൻ BM, നബീൽ നൈതലൂർ എന്നിവർ പങ്കെടുത്തു.